ഹായ്, നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ വീഡിയോ ആണ്. ഒരു പുതിയ കിടക്ക വാങ്ങി, മാട്രസ് വാങ്ങി. സ്ലീപ്പ് ഹെഡ് എന്നാണ് കമ്പനിയുടെ പേര്. കുറെ കാലങ്ങളായിട്ടുള്ളതാണ്. ഞാൻ ഓൺലൈൻ വഴിയാണ് എടുത്തിരിക്കുന്നത്. ആമസോൺ വഴിയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് EMI ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ നേരത്തെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അതെ, ഇതിപ്പോ ബുക്ക് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരാഴ്ചയായി. ഞാൻ നമ്മളെ സ്ഥലങ്ങളിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ചത്. ഇത് ലാറ്റക്സ്, ഫുൾ ലാറ്റക്സ് അല്ല, ടോപ്പ് പോർഷൻ ലാറ്റക്സ് മാട്രിക്സ് ആണ് കേട്ടോ. 1 ഇഞ്ച് കനത്തില് ലാറ്റക്സ് വരും. ഇത് റോൾ രൂപത്തിലാണ് വരുന്നത്. ഇതിങ്ങനെ വാക്വം ചെയ്തിട്ട് റോൾ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇതിന്റെ ഒപ്പം ഒരു കട്ടിംഗ് ടൂൾ ഉണ്ട്. സ്ലിപ്പ് ഹെഡിന്റെ ഒരു കട്ടിംഗ് ടൂൾ. നമ്മൾ സാധാരണ കത്രിക വെച്ച് മുറിക്കുമ്പോൾ ചിലപ്പോൾ ഇത് കട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു കട്ടിംഗ് ടൂള്, ചെറിയൊരു ബ്ലേഡും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. കിടക്കുക നമ്മളെ കട്ടിലുമ്പേക്ക് കൊണ്ടുപോകാം. നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. സൈസ് 75/48 × 8, 8 ഇഞ്ച് ഹൈറ്റ്, 75 ഇഞ്ച് നീളം, 48 ഇഞ്ച് വീതി. ഇത് പഴയൊരു കട്ടിലാണ്, അതുകൊണ്ടാണ് കുറെ കാലത്തെ പഴക്കമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് നമ്മൾ പായ ഇങ്ങനെ വിരിച്ചിരിക്കണം കേട്ടോ. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം. ആദ്യം ഇതെടുക്കാം. ഇത് കട്ട് ചെയ്യണതിന്റെ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട് അവര്. കട്ട് ഹിയർ വിത്ത് ദ സേഫ്റ്റി കട്ടർ പ്രൊവൈഡിങ്. ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് നോക്കാം. കാരണം ഇവിടൊക്കെയാണ് മടക്ക് വന്നിരിക്കണേ. അങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നത് വളരെ സിമ്പിളാന്ന് വിചാരിച്ചേട്ടാ. ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇതിങ്ങനെയാണ് കാണിക്കുന്നത്. നല്ല പ്രഷറിൽ വാക്വം ചെയ്ത് വെച്ചേക്കുന്നതാ. പിന്നെ ഒരു പേടി, എങ്ങനെ കട്ട് ചെയ്യുമ്പോ എങ്ങനെയും കീറി പോയാലോ. അപ്പൊ ഇത് ഇത്ര ഇതില് പെട്ടെന്ന് വീർത്ത് വന്നു കേട്ടോ. ഭയങ്കര ഇതിലങ്ങട് ബും എന്ന് പറഞ്ഞ ലെവലിലാണ് വീർത്ത് വന്നത്. സൈസ് ഒരു പൊടിക്ക് വ്യത്യാസമുണ്ട്. 46 അങ്ങനെ ഉള്ളൂ കേട്ടോ വീതി. 48 കുറച്ച് കൂടുതലെടുത്തു. അപ്പോൾ അത് ഓപ്പണിങ് കഴിഞ്ഞു. നമ്മള് കിടക്കുക. സ്ലിപ്പ് ഹെഡ് ഇങ്ങോട്ടാ. സ്പ്രിങ് ഒന്നും ഇല്ല കേട്ടാ, ഞാൻ വെറുതെ കാണിക്കുന്ന. പക്ഷെ സോഫ്റ്റ് ആണ്, ഇവിടെ സോഫ്റ്റ് ആണ്. ഇതിന്റെ 1 ഇഞ്ച് കനത്തില് ലാറ്റക്സും പിന്നെ സെമി സോഫ്റ്റ് ആണ് സെന്ററിൽ, കുറച്ച് ഹാർഡ് താഴ്ത്ത്. ഇതാണ് വരുന്നത്. 8 ഇഞ്ച് ഹൈറ്റ്. ഇതിന്റെ ഒരു സിബ് അപ്പുറത്തെ സൈഡിലായിരുന്നു സിബ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സിബ് ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ തിരിച്ചിട്ടു. അപ്പൊ സിബ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വാഷബിൾ ആണ്, ഈ ഭാഗം വാഷബിൾ ആണ്. അതില് കാണുന്നുണ്ട്. യെസ്, ലാറ്റക്സ് ഉണ്ട്. വേറൊരു ഫോം ഉണ്ട്. അടിയിൽ ഇത്തിരി ഹാർഡാട്ടാ. ഇത് രണ്ടത്തിരി സോഫ്റ്റാ. അപ്പൊ ഒരു സെമി ഓർത്തോപെഡിക് ലാറ്റക്സ് ബെഡാണ്, അല്ല മാട്രിക്സ് ആണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 13,400. ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ച് 13,400 ആണ് അതിന് വന്നിരിക്കുന്നത്. ഞാൻ EMI ആയിട്ട് എടുത്തിരിക്കുന്നത്, 12 മാസത്തെ EMI ആയിട്ട് എടുത്തിരിക്കുന്നത്. 1,700 സോറി 1,700 അല്ലല്ലോ, 1,200 ആ റേഞ്ച് താഴെയാണ്. 1,100 രൂപ ഒരു മാസം അടവ് വരുന്നത്. അതായത് 14,000 രൂപ ഏകദേശം റേറ്റ് വരുന്നത്. അപ്പൊ ഇനി
നല്ലൊരു ബെഡ് കൂടി വാങ്ങണം. അല്ല സോറി, തലയണ കൂടി വാങ്ങണം. അതും ലാറ്റക്സിന്റെ വാങ്ങിച്ചാലെന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ 3-4 കമ്പനികൾ നോക്കിയിരുന്നു. നമ്മൾ പാലക്കാടുള്ള നെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനികൾ നോക്കിയിരുന്നു. നമ്മളെ ചാലക്കുടി പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ട്. അത് 2-3 കാര്യങ്ങളാണ്. ഒന്ന് EMI കാര്യങ്ങൾ. ഞാൻ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ ഇപ്പം ഇല്ല. പക്ഷെ എനിക്കൊരു ബെഡ് വേണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു. നല്ല അടിപൊളി സാധനം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട്, പിന്നെ അതിൽ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല റിവ്യൂസ് കൊടുത്തിരിക്കണേ. അപ്പം ഇതിൽ വാങ്ങാം. പിന്നെ എൻ്റെ കവറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം വേറെ കാര്യം, ലാറ്റക്സ് മാത്രമല്ല, കവറൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇത് വാങ്ങിച്ചു. ഇപ്പൊ ഓണം ഇതൊക്കെ ആയതുകൊണ്ട് നമ്മളെ നാട്ടിലുള്ള കടയ്ക്ക് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലുള്ള ഓഫറുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനേക്കാളും കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലാണ്. 17,000 രൂപ 18 രൂപയ്ക്ക് വരും 1 ഇഞ്ച് ലാറ്റക്സ് വെച്ചിട്ടുള്ള ഇതിനെ ഞാൻ നോക്കിയപ്പോൾ. EMI കാര്യങ്ങളൊക്കെ ഇത്തിരി വേറെ ഞാൻ എൻ്റെ ഉള്ളത് HDFC ക്രെഡിറ്റ് കാർഡാണ്. അത് വെച്ചിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ ബജാജിന്റെ ഒക്കെ വേറെ കാർഡ് എടുക്കണം. പരമാവധി ഒറ്റ കാർഡിൽ തന്നെ EMI അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഇതെടുത്തു. ഇതിന്റെ ഇനി റിവ്യൂ ഒക്കെ പറയാനായിട്ട് റിവ്യൂസ് ഒക്കെ കണ്ടമാനം നമ്മളെ യൂട്യൂബ് ചാനലുകളിലുണ്ട്. എന്നാൽ ഇതിന്റെ റിവ്യൂ കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷമാണ് പറയാം. ഇങ്ങനെ ഇടുന്നത് ഇപ്പൊ കിടന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് സുഖം. 2-3 ദിവസം കിടന്നു കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം. ചെറിയൊരു വീഡിയോ ആണ്, ഞാൻ വലിച്ചു നീട്ടിയെന്ന് തോന്നുന്നു. കുറെ കാര്യങ്ങൾ അത് എഡിറ്റ് ചെയ്യാൻ ചുരുക്കി വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, ബൈ. അടുത്ത വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം.